എൻ്റെ സൗദി അറേബ്യക്കാർ വേണ്ടതടാ, നാട്ടിക്ക് മുസാഫ് കൊടുത്തേക്കല്ല. നോമ്പ് വെക്കണ പാവപ്പെട്ടവരെ ഭക്ഷണം തടയുന്നില്ലടാ ഇസ്രായേൽ. അത് തടയണതൊന്ന് മുടക്കി നിർത്തിയിട്ട് ഇവർക്ക് അന്നം കൊടുക്കാൻ കഴിയുന്നതടാ നിങ്ങൾ അറബ് രാജാക്കന്മാർക്ക്. എവിടെടങ്ങളൊക്കെ ഈ അറബ് രാജാക്കന്മാരെ മാത്രം പറയാം. ആരടങ്ങളൊക്കെ ഓനാരാ? എൻ്റെ അമ്മായിക്കൊക്കെ ഉമ്മറ വരുന്നവർക്കൊക്കെ മുസാഫ് കൊടുക്കല്ലേ വേണ്ടത്? ആ ഗസയിലെ പാവപ്പെട്ടവർക്ക് ഇസ്രായേലുമായി ഒന്നിരിക്കൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം. ആ പാവപ്പെട്ട മനുഷ്യന്മാരും ഭക്ഷണം കിട്ടാതെ വലയല്ലേ? ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിയുന്നില്ല. ജോർദാൻ ഭക്ഷണം കൊടുത്തയച്ചു കഴിഞ്ഞ 4 ആഴ്ച മുമ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? കടലിലിട്ട് കൊണ്ടിട്ട്. കാരണം കരയിൽ ഇറക്കാൻ ആരും വയ്ക്കൂല. എന്നിട്ട് കടലിലേക്ക് നീന്തി പോയി കുട്ടികൾ പിടിക്കുക. എന്നിട്ട് അത് നാടാക്കി പ്രചരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ മുസാഫ് കൊടുത്തേക്കുക. സൗദി ഉമ്രക്ക് പോയാൽ ഒരു മുസാഫ് കിട്ടും. ഇവൻ്റെ കാണിക്ക വടി കൊടുക്കണമെന്നായി ഇവർക്ക് എന്ത് തീരുക? നിങ്ങൾ കുറച്ച് മൂല്യന്മാരും താലിക്കട്ടന്മാരും ഇവൻ അങ്ങനെ മാത്രം പറഞ്ഞു നടക്കുക. എന്ത് തീന മനുഷ്യർക്കൊക്കെ ഉള്ളത്? എത്ര കാലമായി ആ മനുഷ്യന്മാരെ പട്ടി നിർത്തുന്നു? എന്ത് വലുപ്പത്തിലാണ് അറബികൾക്കുള്ളത്? എന്തവരങ്ങനെ നിന്നിരായത്? നിന്നിർ അറബികളാണ്. നിന്നിർ അറബികളാണ്. അറബികൾ നിന്നിർ. നബി കൊടുത്ത വെള്ളം സാറ മുസ്ബിദ, വെണ്ണയായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെന്താ സംഭവം? ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്തിൽ പറയുന്നുണ്ട്, അന്ന റജുലൈനി, 2 ആളുകൾ മുസ്ലിമായി. വഖാല, അവർ പറഞ്ഞു, നുരീദു സഫറൻ, ഞങ്ങൾക്കൊരു യാത്ര പോകേണ്ടിയിരുന്നു. ഫതസവ്വദ്നാ യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് വഴിക്ക് പോവുകയാണ്. ഇല്ലാത്തൊരു കാര്യം എടുത്താൽ വരിക, സുൽത്താനെടുത്താണ്. അങ്ങനെ ഇല്ലാത്തവരൊക്കെ സുൽത്താനെടുത്ത് വരും. പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇല്ലാത്തൊരു ഇവിടെ വരിക. അതാണ് ഇസ്ലാം വളരാൻ കാരണം. ഇപ്പൊ എന്നെപ്പോലത്തെ ആളുകൾ നിങ്ങളെപ്പോലത്തെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഇസ്ലാം വളരൂല. ഒരു വട്ടം വന്നാൽ മതി അൽഹംദുലില്ലാ എന്നറിയും, പിറ്റേന്ന് വട്ടം അൽഹംദുലില്ലാ എന്നറിയും, 3ാമത്തെ വട്ടം എന്താ പറയുക? ഈ മൂല്യന്മാരെ കൊണ്ട് കൂട്ടി നേരം വെളുത്താ പിരിവ. പണ്ട് ജനങ്ങൾ കുടുങ്ങി ആരെടുത്ത് പോവും? റസൂലുള്ളാഹിന്റെ അടുത്ത് പോവും. പിന്നീട് സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഅ ശേഖന്മാർ കുടുങ്ങിയൊരു മൊയ്തീൻ ശേഖിൻ്റെ അടുത്ത് പോവുക. മൊയ്തീൻ ശേഖ് അങ്ങോട്ട് പോവില്ല. കുടുങ്ങിയോല് ഇഫാഖ് ശേഖിൻ്റെ അടുത്ത് പോവും. ഇഫാഖ് ശേഖ് അങ്ങോട്ട് പോവില്ല, പിരിവിന് പോവില്ല. അപ്പൊ ജനങ്ങൾക്ക് വലിയ, ഇവർ ഫക്കീറായി ജീവിക്കും. ഇവരടുത്ത് വന്നവർക്കൊക്കെ പ്രശ്നം പരിഹരിക്കും. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസമായി ഇവർ അള്ളാഹിന്റെ ആളുകളാണ്, അവരൊക്കെ ഇസ്ലാമിലേക്കാണ് ഒഴുകി. അതിൽ ഹിന്ദു, മുസ്ലിം, ജൂതൻ, ക്രിസ്ത്യാനി വ്യത്യാസമല്ല. പിരിവിനെന്നാൽ ഒരു വട്ടം ചെല്ലും, 2 വട്ടം ചെല്ലും, 3ാം വട്ടം പറയുന്നത് തട്ടിപ്പ്. ഒരിക്കലും 30% ഓർക്ക് കൊടുക്കുക. ഒരു പിരിവിനെന്ന വെറുതെ ഒന്നുമല്ല, 40% ഓർക്കാണ്. പനി കള്ളന്മാരാണ് മൂല്യന്മാർ എന്ന് പറയും. ഇവൻ 1000 രൂപ എഴുതും, എന്നിട്ട് അടുത്തവൻ്റെ ഏട്ടൻ്റെ പരിക്ക് വിളിച്ചു വരും. പിന്നെ റമദാൻ മാസം അവസാനിക്കുക, നമ്മളാ മമ്മദൂരിൽ പിരിവിന് നടക്കുന്നിട്ടാ എന്ന് വയ്ക്കളാം. വേഗം കുട്ടികളോട് ജീവടില്ല അറിഞ്ഞാളാ. ഇവൻ പിരിവ് കൊടുക്കും 1000 രൂപ. എന്നിട്ട് എന്ത് പറയും? എന്നിട്ട് അല്ല ഏട്ടൻ മുഹമ്മദ് ഗൾഫിലാണോ? ഇവിടെ ഗൾഫിൽ അതിന് വന്നല്ലെന്നോ അതെ, ഞാനിപ്പോൾ ഈ പള്ളിയും കാര്യം തറാവിയായിട്ട് അങ്ങനെ നടക്കുകയാണ്, നിങ്ങൾ അന്വേഷിച്ചാൽ. അവിടെ ചെന്നപ്പോൾ ഗേറ്റ് തന്നെ അടച്ച് പൂട്ടിയ മാതിരിയാണ്. എന്ത് തന്നെ അതാ പറഞ്ഞത്. ചിന്തിക്ക്. അതുകൊണ്ടുണ്ടാക്കിയതാണ് പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭ. AD 1901 ഉണ്ടാക്കിയതാണ്. അന്ന റജുലൈനി, 2 ആളുകൾ അതയാ റസൂലല്ലാഹ്, ഹബീബാ നബിയുടെ അരികിൽ വന്നു. ഫാസ്ലമാ, തോൽപാത്രം വാങ്ങിയിട്ട് ഓല കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഹബാ പോയിക്കോളി, സൗഫ യർസുഖുകുമാ തഅമ, ഭക്ഷണം വെള്ളമൊക്കെ ഇതിനുണ്ടാവും, പോയിക്കോളി. അവരെ കയ്യിലെ തോൽപാത്രം, ആ താൽപാത്രത്തിൽ അവരെ കൊണ്ട് എന്ത് ചെയ്തു? വെള്ളം നിറപ്പിച്ചു. റസൂൽ ആ തോൽപാത്രം കൈ കൊടുത്താണ് എന്ത് പറഞ്ഞു? പോയിക്കോളി, യാത്ര പോയി തിരിച്ചു വരുന്നവരെയുള്ള ഭക്ഷണം വെള്ളമൊക്കെ അതിലുണ്ടാവും, പോയിക്കോളുക. ഇവർ പറയാണ്, സാഫറിന, ഞങ്ങൾ യാത്ര പോയി.
ലമ്മ ഹത്തജിനാ അത്തൈനാ നശ്റബ് മിനൽ ഖിർബത്തി ലത്തി മലഇനാ മാഅ ഫഇദാ ഹിയ ലബനുൻ വസബദുൻ. ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഞങ്ങൾ തോൽപാത്രത്തിനെ മൂടി തുറക്കും. ഫഇദാ ഹിയ സബദുൻ വലബനുൻ, അത് പാലും വെണ്ണയാണ്. എപ്പോൾ തുറന്നാൽ പാലും വെണ്ണയും നിറച്ച് കിടക്കുക. പാലുണ്ട് പറയും, അതിൽ പാലുണ്ട് വെണ്ണയുണ്ട്. ഇനി എന്തിനാ? ദാഹമില്ല, വിശപ്പില്ല. അതിൻ്റെ ഉള്ളിൽ പാലിന് പാലുണ്ട്, വെണ്ണക്ക് വെണ്ണയുണ്ട്. അത് മനസ്സിലായില്ലേ? അതാണ് എന്ത് പറഞ്ഞത്? ബീറുഹു, ബീർ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശം വെള്ളം എന്നാണ്. നബി കൊടുത്ത അത് വെണ്ണയും പാലുമായില്ലേ? സബദ് വെണ്ണ. അത്തൈനാ നശ്റബ് മിനൽ ഖിർബത്തി ലത്തി മലഇനാഹാ മാഅ ഫഇദാ ഹിയ ലബനുൻ വസബദുൻ, അത് പാലും വെണ്ണയുമായി. ഫഅകൽനാ മിനസ് സബദി, ആ വെണ്ണയിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു. വശരിബ്നാ മിനൽ ലബനി, ആ പാലിൽ നിന്ന് ഞങ്ങൾ കുടിക്കുകയും ചെയ്തു. തീരത്തെ സഫരി, ആ യാത്ര മുഴുവനും ഹത്താ റജഅനാ, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ മുശബിഅന, പള്ള നിറഞ്ഞ് കിടക്കുക. എന്തില്ല, ഒരു ക്ഷീണമില്ല. എപ്പോൾ വന്നാലും കുടിക്കാൻ പച്ചവെള്ളം കൂടിയും കിട്ടാത്ത മരുഭൂമിയിൽ എന്താ കിട്ടുന്നത്? പാല്. പിന്നെ തിന്നാനോ നല്ല വെണ്ണയും പാലും കൂടി തിന്ന മനുഷ്യൻ്റെ വലിപ്പത്രം, അവൻ്റെ തടിൻ്റെ കരുത്തെത്ര ഉണ്ടാവും? മരുഭൂമിയിലെ യാത്ര പച്ചവെള്ളം പോലും കിട്ടൂല. അവിടെ ഞങ്ങൾ പാലും വെണ്ണം കഴിച്ചു. എൻ്റെ ഉള്ളത് ഒരു തോൽപാത്രത്തിൽ ഞങ്ങൾ തന്നെ നിറച്ചു കൊടുത്ത വെള്ളം റസൂലുള്ളാഹി എന്നാണ്ട് പൊയ്ക്കോളി ഭക്ഷണക്കത്തിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതാണ്. തിരിച്ചു വന്നപ്പോഴും പള്ളി നിറഞ്ഞിട്ടുണ്ട്, തോൽപാത്രം നിറഞ്ഞിട്ടുണ്ട്. എന്താ തോൽപാത്രത്തിലുണ്ട്? വെണ്ണയുണ്ട്, പാലുണ്ട്. മുഹമ്മദ് മുസ്തഫ. അതാണ് ഹബീബാൻ നബിയുടെ വെള്ളം, നബി കൊടുത്ത വെള്ളം. ബീർ എന്ന വാക്കിനും മായി എന്ന ഉദ്ദേശം. ബീറിന്റെ യഥാർത്ഥ അർത്ഥം കിണർ എന്നാണ്. മഹല്ലിനെ പറഞ്ഞ് ഹാലുദ്ദേശത ഗ്രാമർ പഠിച്ചവർക്കറിയാം. ബിറുഹു, ആ കിണറ്റിൽ നിന്ന് വെള്ളം നിറച്ച് നബി കൊടുത്ത വെള്ളം. സ്വാറ, ആ വെള്ളം ആയി. മുസ്ബിദ, വെണ്ണ, അത് വെണ്ണയായി, വെണ്ണ നിറഞ്ഞതായി ആ വെള്ളം. നിറഞ്ഞ വെണ്ണയാണത്, നിറഞ്ഞ വെണ്ണയാണ്. സൽമാനു ബിശൗഖി ഹബീബിനാ വലാ തതനാഹാലു മലഅത്തുൽ മുജല്ലദാ. സൽമാനു, സൽമാനെ മോചിപ്പിക്കപ്പെട്ടു. ബിശൗഖി ഹബീബിന, നമ്മുടെ നബിയോടുള്ള പ്രേമം കാരണമായിട്ട്. അത് നേരത്തെ പറഞ്ഞ വാക്കിനെ ഒന്ന് പറഞ്ഞതാ, മനസ്സിലായില്ല? നബിയെ പ്രേമിച്ചു ആര്? സൽമാൻ. അത് കാരണം സൽമാനെ മോചിപ്പിക്കപ്പെട്ടു. സൽമാൻ 300 ഈത്തപ്പനവും ക്ലിയറായി, ഈത്തപ്പനയും ക്ലിയറായി. പിന്നെ 40 ഊക്കിയ സ്വർണ്ണമായി. കട്ടി കൊണ്ടുവച്ചപ്പോൾ അതിൽ വലിയതായി. 40 ഊക്കിയ സ്വർണം കറക്റ്റ്. 40 ഊക്കിയ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു ജ്വല്ലറി ഉണങ്ങാം. 40 ഊക്കിയ സ്വർണം ഓക്കെ. എന്തേ ഒരു കോഴിമുട്ടൻ്റെ അത്ര സ്വർണം കൊടുത്തതാണ്. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഇത് 40 ഊക്കേക്ക് മതിയാവോ? മതിയാവും, പോയിക്കോ, തൂക്കി കൊടുക്കണം. ഞാൻ കൊണ്ടുപോയി തൂക്കക്കെട്ടിയിൽ വെക്കണത് വരെയും അത് കോഴിമുട്ട. തൂക്കക്കെട്ടിയിൽ അതിന് വളർന്നു. തൂക്കി നോക്കി പത്തറുണ്ട്, 40 ഊക്കെ കൃത്യ, പോയിക്കോ, മോചനം പത്രം എഴുതി കൊടുത്തു. എല്ലായി. സൽമാനു ബിശൗഖി ഹബീബിനാ വലാ തതനാഹാലു മലഅത്തുൽ മുജല്ലദാ. സൽമാനു, സൽമാനെ മോചിപ്പിക്കപ്പെട്ടു. ബിശൗഖി ഹബീബിന, സൽമാന് നബിയോടുള്ള പ്രേമത്തിന്റെ ആധിക്യം കൊണ്ടാണ് മോചിപ്പിക്കപ്പെട്ടത്. ഒരു പൈസയും കൊടുക്കേണ്ടിയൊന്നുമില്ല, ഒക്കെ ക്ലിയറായി. വലാ തതനാഹാലു മലഅത്തുൽ മുജല്ലദാ. ഇത് അറ്റാവൂല, അവസാനിക്കൂല. ലൗ മജഅത്തുൽ മുജല്ലദ, ഞാൻ വാള്യങ്ങൾ എഴുതി നിറച്ചാലും. റസൂലുള്ളാഹിന്റെ വലിപ്പത്തിൽ ഞാൻ വാള്യങ്ങൾ, മനസ്സിലായില്ല? വലാ തതനാഹ, നബിയുടെ മഹത്വമായ മുഅ്ജിസത്തുകൾ അറ്റമാവുകയില്ല. ലൗ മലഅതു, ഞാൻ നിറച്ചാലും അൽ മുജല്ലദ, വാള്യമാക്കപ്പെട്ടതിന്. ഞാൻ വാള്യങ്ങൾ എഴുതി നിറച്ചാലും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് തീരൂല. അതിന് മാത്രമുണ്ട്.
എത്ര വള്ളി ഞാൻ എഴുതിയാലും. അല്ലാ, എന്തുകൊണ്ട് 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 لأن الذي للأنبياء من خوارق به نالها الأرسال خيرا محشدا كذاك كرامات لأهل ولايتي فمنه أنيلوا ما أنيلوا ليحمدا لأن الذي للأنبياء അമ്പിയാക്കൾക്ക് കിട്ടിയതെല്ലാം മിൻ ഖവാരിഖി അത്ഭുതങ്ങളാൽ, സാധാരണത്തെ മുറിച്ചു കടന്ന അസാധാരണ അത്ഭുതങ്ങളാൽ അമ്പിയാക്കൾക്ക് കിട്ടിയതെല്ലാം ബിഹി നബിയെ കൊണ്ടാണ് നാലഹ നബിമാർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ബിഹി നാലഹ അർസാലു, ഈ മുർസലീങ്ങൾ അത് കരസ്ഥമാക്കിയത് ആരെ കൊണ്ടാണ്? നബിയെ കൊണ്ടാണ്, റസൂലുള്ളാഹിനെ കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഏത് നബിക്കും ഇസ്സത്ത് കിട്ടിയത്. പിന്നെ ഈ നബിൻ്റെ ഇത് പറഞ്ഞാൽ തീരുമോ? മറ്റവർക്ക് തന്നെ ഈ നബിനെ കൂടെ കിട്ടിയത്. മനസ്സിലായില്ലേ? ഖൈറൻ മുഹശ്ശദാ, നിറക്കപ്പെട്ട ഖൈറായി അമ്പിയാക്കന്മാർക്ക് അത്ഭുതമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. അപ്പോൾ ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടാണ്. ആദ നബിക്ക് 1,00,000 മരിക്കുമ്പോൾ മക്കളും പേരമക്കളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മുസ്തഫ നബിന് മാത്രമാണ്. ഈസാ നബി മരിച്ചോനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുസ്തഫ നബിന് മാത്രം. ഇനി ഇവിടെ അന്ത്യനാൾ ഈസാ നബി ഇറങ്ങി വരും. എന്താ ചെയ്യുക? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ ശക്തിപ്പെടുത്തും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഇവിടെ മൂക്കെടുക്കേണ്ടവരൊക്കെ മൂക്കെടുക്കും. അത് വന്ന കണക്ക് കഴിഞ്ഞു. കണ്ടോളി ഇങ്ങനെ പോണു. لأن الذي للأنبياء من خوارق به نالها الأرسال خيرا محشدا لأن الذي للأنبياء അമ്പിയാക്കൾക്കുള്ളതെല്ലാം മിൻ ഖവാരിഖി അത്ഭുത സംഭവങ്ങളാൽ അമ്പിയാക്കൾക്കുള്ളതെല്ലാം ബിഹി നബിയെ കൊണ്ടാണ് ലാലഹൽ അർസാലു അതെല്ലാം അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഖൈറൻ മുഹശ്ശദ, നിറക്കപ്പെട്ട ഖൈറായ നിലയിൽ എല്ലാ ഖൈറുകൾ മുഴുവനും അവർ നേടിയത് റസൂലുള്ളാഹിനെ കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മഹത്തായ ഖൈറു മുഹശ്ശദ, മഹത്തായി നിറഞ്ഞു കിടക്കുന്ന ഖൈറുകൾ അതല്ല. لأن الذي للأنبياء من خوارق به نالها الأرسال خيرا محشدا كذاك كرامات لأهل ولايتي فمنه أنيلوا ما أنيلوا ليحمدا كذاك كرامات لأهل ولايتي ഔലിയാക്കൾക്ക് ലഭിച്ച കറാമാത്തുകളോ ഫമിൻഹു, ആ നബിയിലൂടെയാണ് ഉനീലു അവർക്ക് കരസ്ഥമാക്കപ്പെട്ടത്. മാ ഉനീലു അവർക്ക് കരസ്ഥമാക്കപ്പെട്ടതെല്ലാം ലിയുഹ്മദ നബിയെ പ്രശംസിക്കപ്പെടാൻ വേണ്ടി. ഏതൊരു വലിയ മാറ്റം കിട്ടിയാലും പ്രശംസിക്കേണ്ടത് ആര്യാ? റസൂലുള്ളാഹിനെ. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇഫായ് ശൈഖിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരനാരാ? റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെക്കളപ്പൊന്നുമില്ല, ഒക്കെ നബിയെ കൊണ്ട് കിട്ടിയതാണ്. എല്ലാം ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുണ്ടോ, തിന്ന കോഴിനെ പറപ്പിച്ചിട്ടുണ്ടോ? മുഹമ്മദ് മുസ്തഫാനെ ആണ് കാരണം. എന്തു 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 ലിഫായ് ശൈഖ് പറഞ്ഞു, ഞാൻ നേരെ ഭർത്താവ് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകും, എന്നിട്ടേ ഞാൻ എൻ്റെ പണി തുടങ്ങുള്ളൂ. ഇയാൾ പറഞ്ഞു أغادي الصبوح عند أفضل المرسلين ومن برسول الله لم يخش المدى. أغادي الصبوح ഞാൻ സുബഹിക്ക് പോകും. എൻ്റെ അഫ്ളൽ മുർസലീൻ, അഫ്ളൽ മുർസലായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. എവിടുന്ന പോണ്? സെനഗലിൽ നിന്ന് 6000 ചില്ലാനം കിലോമീറ്ററാണ് സെനഗലിൽ നിന്ന് മദീനയിലേക്ക്. ഞാൻ എല്ലാ രാവിലെയും സെനഗലിൽ നിന്ന് പോയിട്ട് മദീനയിൽ പോയി വരും. കിലോമീറ്റർ അനക്കും നിനക്കുമാണ്. എനിക്ക് 6000 കിലോമീറ്ററാണ്, നിനക്കും 6000 കിലോമീറ്ററാണ്. അത് ഇബ്രാഹിം നിയാസിൽ കൗലാഖി തങ്ങൾക്ക് പുഷ്പം പോലെയാണ്. എന്തുകൊണ്ട്? അവർ രസതന്ത്രം പിടിച്ചാളാണ്. എന്താ രസതന്ത്രം? നബിയെ സ്നേഹിക്കുക.
ലോകം കൊണ്ട് വലിയാണെന്ന് എല്ലാവർക്കും അഭിപ്രായമല്ല, അഭിപ്രായ കേടില്ലാത്ത ആളാണ്. വഹാബികളെ രാജാവായ ഫൈസൽ രാജാവ് പോയിട്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞു. സെനഗലിൽ പോയിട്ട് എനിക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ വഹാബിയാണ്, ഞാൻ സുന്നിയാണ്, നിങ്ങൾക്ക് ഞാൻ എന്തിനാ ദ്വാരക്കണം? അപ്പോൾ പറഞ്ഞു, നിങ്ങളത് ദ്വാരക്കണം. നിങ്ങൾ പറയാം എന്ത് അതിന് മാത്രമുണ്ട്. ആദ്യ സുബൂഹ, ഞാൻ സുബഹിക്ക് തന്നെ പോകും. അതിൻ്റെ അഫ്ദലി മുർസലി ആരടുത്ത് എൻ്റെ സുബൈൻ്റെ അവർ അതൊക്കെ മദീനത്തുനിന്ന്. റസൂലുള്ളാഹിനെ കൊണ്ട് ഒരാൾ ജീവിക്കണമെങ്കിൽ ലം യഖ്ഷ ജൽമദ, അവനൊരു ആപത്തും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അവൻ ഭയപ്പെടേണ്ടതില്ല. സ്വർണം കൊണ്ടും പണം കൊണ്ടും ഇങ്ങനെ പന്ത്രണ്ട് കളിക്കുന്ന കാലത്ത് ഫൈസൽ രാജാവ് ചെക്ക് ചെയ്ത് കൊടുത്തു. ബ്ലാങ്ക് ചെക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുത്തോളി. ആ ചെക്കും കൊണ്ട് വന്നു. ഹറമിൽ പോയി. ഹറമിൽ അമലൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ പോയി. ബ്ലാങ്കേക്കാ എത്ര കോടി ചെയ്താ. കാരണം രാജാവിന് ഇയാളറിയാം, അത്രയും വലിയ ആളാണ്. ഭയങ്കര ആലോചിക്കണോടൊക്കെ അതൊന്നും പറഞ്ഞാൽ തീരുമില്ല. അതാണ് ആരും മനസ്സിലായിക്കോളി, തമാശ പറയല്ല. രാജാവ് ചെക്ക് കൊടുത്തു. ബ്ലാങ്ക് ചെക്ക്, നിങ്ങൾക്ക് എത്ര എഴുതിയെടുക്കാം. ചെക്കും കീശിലിട്ട് വന്നു. രാജാവിൻ്റെ അടുത്ത് ഞാൻ വാങ്ങൂല, അറം മോശമല്ലേ, വാങ്ങും. കീശിലിട്ടു. ഹറമിൽ പോയി ഇബാദത്ത് അമലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. ആ ബുക്ക് സ്റ്റാളിൽ ഇങ്ങനെ നപ്പിയോക്കുമ്പോൾ ഒരു കിതാബ് ഉണ്ട്. ആ കിതാബിന് എത്ര? 5 റിയാൽ നൈറ്റിക്കും. 5 റിയാൽ എഴുതി രാജാവിൻ്റെ ചെക്ക് അവിടെ കൊടുത്തു. 5 റിയാൽ. 50 കോടി എടുത്താലും രാജാവൊന്നും പറയില്ല, അത്രയും വലിയ ആളാണ്. എത്ര? 5 റിയാൽ. തിരിയല്ലോ. അപ്പൊ രാജാവിന് ധാരാളം. അതാണ് പറഞ്ഞത്, ഒരാൾ ജീവിക്കണമെങ്കിൽ ലം യഖ്ഷ ജൽമദ, ഒന്നും പേടിക്കേണ്ടതില്ല. പിന്നെ എന്തിനാ പോന്റെ ചെക്കിനിക്ക്? അവരാണ് എൻ്റെ വലിയാപ്പ. ഞാൻ അവരെ പേരക്കുട്ടിയാണ്. അവരെ മകനാണ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി. അവരെ മകനാണ് ഞാൻ. എൻ്റെ വലിയാപ്പ. ഈ കിതാബൊക്കെ എൻ്റെ വലിയാപ്പനെ മാത്രം. ഇതൊക്കെ പഠിച്ചോളി, ഇതൊക്കെ ചിന്തിക്കാണ്ട് വെറുതെ നുണിയും പറഞ്ഞ് അസൂയും പറഞ്ഞ് നടക്കണ്ട. ഒരാൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ വലിയപ്പ. നിന്റെ വല്യപ്പനെ കിതാബ്, വല്യാപ്പനെ കിതാബ്. ഞാൻ അവരെ പേരെ കുട്ടിയാണ്. എൻ്റെ ബാപ്പ ഇബ്രാഹിം സാലിഹ് ഹുസൈനിയാണ് റളിയല്ലാഹു അൻഹു. അവരുടെ ബാപ്പയാണ് ഈ കിതാബ് എഴുതിയ ഇബ്രാഹിം നിയാസിൽ കൗലഖി. ഞാൻ സുബൈയായാൽ മദീനത്തു. എത്ര കിലോമീറ്റർ? 6000 ചില്ലാനും കിലോമീറ്ററാണ്. 6000 ചില്ലാനും കിലോമീറ്ററാണ്. 6000 ചില്ലാനും കിലോമീറ്ററാണ്. അങ്ങോട്ട് 6000 ചില്ലാനും കിലോമീറ്ററാണ് മദീനയിലേക്ക്. 6000 സെനഗലിൽ നിന്ന് ദിവസം പോണ്ടേ സെനഗൽക്ക്. ഒരാൾ റസൂലുള്ളാഹിനെ കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾ ഒന്നിനും പേടിക്കണ്ടല്ലോ. പിന്നെന്തിനാ? എനിക്കെന്ത് പേടിയാ? അവർ പറയാ എനിക്കെന്ത് പേടിയാ? റസൂലല്ലേ. ومن برسول الله لم يخش جلمدا ومن برسول الله لم يخش جلمدا ومن ഏതൊരാൾ ബിറസൂലില്ലാഹ് അള്ളാന്റെ റസൂലിനെ കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എങ്കിൽ ലം യഖ്ഷ അവൻ ഭയപ്പെടേണ്ടതില്ല. ജൽമദാ ജൽമദാ ജൽമദാ. തെറ്റിപ്പോയി. 6000 അല്ല,
8661 കിലോമീറ്റർ സെനഗലിൽ നിന്ന് മദീനയിലേക്ക്. തെറ്റിപ്പോയി. എത്ര? സെനഗലിൽ നിന്ന് കൗലഹിൽ നിന്ന്, ഷെയ്ഖ് കൗലഹില, സെനഗിലെ കൗലഹില ഷെയ്ഖ്, അവിടുന്ന് മദീനത്തേക്ക് 8661 കിലോമീറ്റർ. എന്നിട്ട് എന്ന് ഞാൻ സുബൈക്കോടെ പോയി വരും. നോണറിയാം ഇബ്രാഹിം നിയാസ് നോണായിരിക്കും, ചെല്ല് നോണയെന്നുണ്ട്. ഇബ്രാഹിം നിയാസ് ലോകം കണ്ട ആലിമാണെന്ന് 20-ാം നൂറ്റാണ്ടിൽ സമ്മതിക്കാത്ത ഒരു പൂച്ചക്കുട്ടി ലോകത്തില്ല. സുന്നില്ല, വഹാബില്ല, ഇല്ലെന്നെ. അസറിലെ പണ്ഡിതന്മാരൊക്കെ പൂച്ചക്കുട്ടിനെ പോലെയാണ് ഇബ്രാഹിം നിയാസ്. എന്നാൽ ലോകത്തെ ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേര് കൊടുത്തത് ഇബ്രാഹിം നിയാസിന്. അമ്മൻ ശൈലി പറഞ്ഞ് നോണറിയും. അഹാദി സബൂഹ ഇന്ദ അഫ്ളലി മുർസലി, ഞാൻ അഫ്ളലി മുർസലിൻ്റെ അടുത്ത് എല്ലാ ദിവസവും രാവിലെ പോകും, അതിരാവിലെ മുതിർത്തു. അഹാദി സബൂഹ. അപ്പം നിങ്ങൾ റിഫായ് ഷേഖിൻ്റെ കറാമത്തിന് മാത്രം പറഞ്ഞുകൊണ്ട് ബേജാറായി നടക്കണ്ട. അങ്ങനത്തെ റിഫായികൾ എപ്പോഴും ഉണ്ട്, നമ്മളില്ലാന്നേ ഉള്ളൂ. റിഫായ് ഷേഖിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് കൊല്ലം കഴിയുമല്ലോ, അവർക്കൊന്നും വേണ്ട. ഇവിടെ ഉണ്ട് ഇബ്രാഹിം നിയാസ് മരിക്കുന്നത് റളിയല്ലാഹു അൻഹു 975-ലാണ്. 975-ലാണ് മരിക്കണം. മരിക്കണം. ഇബ്രാഹിം നിയാസ് കൗലഹി റളിയല്ലാഹു അൻഹു മരിക്കണം. അതിൻ്റെ അന്ന് എഴുതിയതാണ്. 1900 ജനിച്ചതാണ്. 1900 ജനിക്കണം. 975 മരിച്ചു. അഹാദി സബൂഹ, സുബഹിക്കന്നെ ഞാൻ പോകും എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ അഫ്ളലി മുർസലായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. എത്ര കിലോമീറ്റർ? 8661 കിലോമീറ്റർ വീട്ടിൽ നിന്ന് മദീനയിലേക്ക്. അവിടെ പോയി വരും. എന്തിനാ വിമാനം? ഞാൻ നിന്ന് പോയി വരും. റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പേടിക്കേണ്ടയില്ല. തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസാഇദുനി ദഹരി ഫസിർതു മുമജ്ജദാ. തവല്ലാ റസൂലുള്ളാഹി അംരി, എൻ്റെ കാര്യം റസൂലുള്ളാഹി ഏറ്റെടുത്തതാ. എന്നെ തൊട്ടുമുമ്പുള്ള പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ വായിച്ചത്. എന്നെ നേരെ തൊട്ടുമുമ്പുള്ള അടിഭാഗത്ത് 2 വരി. ലാസ്റ്റ് വഴി കണ്ടോളൂ. തവല്ലാ റസൂലുള്ളാഹി അംരി ഫലം യസൽ യുസാഇദുനി ദഹരി ഫസിർതു മുമജ്ജദാ. ഷെയ്ഖ് പറയാണ് 8661 കിലോമീറ്ററാണ് ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന്. 8661 കിലോമീറ്ററാണ് മദീനയിലേക്ക്. എല്ലാ ദിവസവും രാവിലെ ഞാൻ മദീനയിൽ പോകും. അമംബി റസൂലില്ല തവല്ലാ റസൂലുള്ളാഹി ഏറ്റെടുത്തു അംരി, എൻ്റെ കാര്യം. ഫലം യസൽ യുസാഇദുനി, റസൂലുള്ളാഹി എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു ദഹരി, എൻ്റെ കാലം മുഴുവനും. ഫസിർതു മുമജ്ജദാ, അങ്ങനെ ഞാൻ ആരാലും ആദരിക്കപ്പെട്ടവനായി മാറി. കാരണം റസൂലുള്ളാഹിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ പ്രശ്നം. മുസ്ലിം ലോകത്തിനൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് തിരിയാത്തവൻ പറഞ്ഞ കാര്യമല്ല. ആ നഷ്ടത്തിന് മനസ്സിലാക്കാൻ പണ്ട് കാലത്ത് വഹാബികൾക്കും ജമാഅത്തുകാർക്കും മനസ്സിലായില്ല. ഇപ്പോൾ അത് സുന്നികൾക്കും മനസ്സിലായില്ല. ഇതാണ് പ്രശ്നം. ഇനി ഇന്നോ കൊഞ്ഞനം കുത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരു മുസ്ലിങ്ങൾക്ക് ഖുർആൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഖുർആൻ മനുഷ്യന്മാരുടെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എനിക്കെതിരെ കൂടി തീരുമാനിച്ചാണ് ഇയാൾ പുറത്തു വയ്ക്കുന്നത്. ഖുർആൻ മുസ്ലിമിൻ്റെ കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. മുഹമ്മദിയത്തുണ്ടാവും. മനുഷ്യന്മാർക്ക് ഖുർആൻ അല്ലാഹു തആല കൊടുക്കാലോ. എന്തിനാ മുഹമ്മദ് നബി കൊടുത്തത്? മുഹമ്മദ് നബി ഒരു വരി സാഹിത്യം പറയാൻ കഴിയാത്ത മനുഷ്യനെ 5000 സാഹിത്യം വരികൾ ഇരുന്ന ഇരിപ്പിന് ഇന്നും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അടക്കം അറബിക് സാഹിത്യം പഠിപ്പിക്കുന്നത് അക്കാലത്തെ അറബികളുടെ സാഹിത്യ കവിതകളാണ്. ഒരാൾക്ക് അറബിയിൽ മാസ്റ്റർ ഡിഗ്രിയോ ഡോക്ടറേറ്റോ എടുക്കണമെങ്കിൽ അക്കാലത്തെ അറബികളുടെ അൻതറയുടെ അല്ലെങ്കിൽ ഖൈസിൻ്റെ ഒക്കെ കവിതകൾ വായിക്കണം. നിങ്ങൾ പഠിക്കണം.
എന്നാൽ ഇന്ന് അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ കഴിയും. ഓക്സ്ഫോർഡിന്നോ കേംബ്രിഡ്ജിന്നോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ സാഹിത്യകാരന്മാർ. ആ സാഹിത്യകാരന്മാർ ജീവിച്ചിരിക്കവേ ഈ മനുഷ്യനാകട്ടെ ജിബ്രീൽ വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു? കുറെ കാലം നേരച്ചല്ല ഓരോരുത്തർ നിന്നിട്ടുണ്ട്, അറിയില്ലേ? എന്താ പറഞ്ഞു? മാ അന ബിഖാരിഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനൊന്നും എനിക്ക് അറിയില്ല. നീ ഒന്നും അറിയാത്ത ആളതിനെ ഏൽപ്പിക്കണം. അയാളെ ഏൽപ്പിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലൂടെ ഖുർആൻ മനസ്സിലാക്കണം. അപ്പോൾ സ്വഹാബികളിലൂടെ മനസ്സിലാക്കണം. ആ ആളിൽ നിന്ന് മനസ്സിലാക്കിയ സ്വഹാബികളാണ്. ആ ആളെ വലിപ്പത്തെ അംഗീകരിക്കണം. ആ ആളാണ്. ഖുർആൻ കിട്ടിയിട്ടില്ലെങ്കിലും ഖുർആൻ എന്ന കിതാബ് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയില്ല. മുഹമ്മദ് എന്ന മനുഷ്യനെ മാത്രം കിട്ടിയാലും മനുഷ്യന്മാർ വിജയിക്കും. മുഹമ്മദ് എന്ന ആളെ കിട്ടാതെ ഖുർആൻ കിട്ടിയാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ ലോകത്തുള്ള 155 കോടി മുസ്ലിമീങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. അത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബോധം പണ്ട് സുന്നികൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് സുന്നികൾക്കും നഷ്ടപ്പെട്ടു. ഇത് അടിസ്ഥാനം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു വരി സാഹിത്യം പറയാൻ കഴിയാത്ത മനുഷ്യനെയാണ് എന്തേൽപ്പിച്ചത്? ഖുർആൻ ഏൽപ്പിച്ചത്. ആ ആളേന് പറ്റൂ. ഈ ആൾ എന്നിട്ട് ഓതി കൊടുക്കണം അവർക്ക്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. ഈ ആയത്തുകൾ ഈ മനുഷ്യ ഓതി കൊടുക്കും. ഈ ആൾക്കാരട്ടെ അടിസ്ഥാനപരമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനോട്ട് അറിയില്ല. എന്നിട്ട് ഇയാൾ ഓതി കൊടുക്കണം. ഈ ആർക്കത് ഓതി കൊടുക്കുന്നത്? كفانا بك من ذكرى حبيب ومنزلي بسقط اللواء بين دخولي فحوملي فطولح فالمقراط لم يعفر اسمها لما ناسجتها من جنوب وشمال. തെക്കൻ കാറ്റിൻ്റെയും വടക്കൻ കാറ്റിൻ്റെയും മാസ്മരികമായ ചലനങ്ങളുടെ മഹത്വം പറഞ്ഞ കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. അതാണ് ജനൂബും ഷംഅലും. അതാ കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. അതിൻ്റെ ഒരു വരി വായിക്കാൻ ഇയാൾക്കറിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാ? അത് പടച്ച സാഹിത്യകാരന്മാർ. എന്നിട്ട് ഈ മനുഷ്യൻ എത്തിലോ ഓതി കൊടുക്കണം. അലൈഹിം ആയാത്തി അള്ളാന്റെ വചനം ഇയാൾ ഓതി കൊടുക്കണം. അള്ളാഹ്ക്ക് എങ്ങനെ അറിഞ്ഞൂടേനോ? ഞാൻ ജിബ്രീൽ വഴി ഇയാൾക്ക് ഇതെത്തിക്കും, പിന്നെ നിങ്ങളൊക്കെ ഓതിക്കോളി അങ്ങനെ ഉണ്ടേനോ? എടാ, അത് മനോരമ എഴുതി വിട്ടതാണെങ്കിൽ നമുക്ക് പറയാം എഡിറ്റിങ്ങിൽ പേച്ചതാണ്. ഖുർആൻ കിട്ടിയ പോരാ, ആരോധി തരണം. റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ ഓതി തരണം. അപ്പോൾ ഈ ഖുർആനിലേക്ക് ഒന്ന് ചേരണം. എന്ത്? മുഹമ്മദിയ. അത് നഷ്ടപ്പെട്ടു പോയാൽ ഈ വചനങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഖുർആൻ മനുഷ്യനെ പഴപ്പിക്കും എന്ന് ഖുർആനിലുണ്ടല്ലോ. മുഹമ്മദ് മനുഷ്യനെ പഴപ്പിക്കുന്നു. എവിടെയെങ്കിലും ആയത്തുകളുണ്ടെന്നാൽ ഈ രണ്ട് ചെവി മുറിച്ചിട്ട് നകയി തരും. ഖുർആൻ മനുഷ്യനെ പഴപ്പിക്കും. ഖുർആനിലുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ. 6 ആയത്തിലാണ്. ആയത്ത് പരിശോധിച്ചിട്ട് ഒരു സ്വഹാബി മനുഷ്യനെ പഴപ്പിക്കും എന്ന് പഠിപ്പിച്ചെന്നാൽ അന്ന് ഈ പണി ഞാൻ നിർത്തും. എവിടെ പേച്ച്? അത് മനസ്സിലാക്കണം. എടാ, അന്നൊരു പരിഭാഷ ഉണ്ട് ലോകത്ത്. ഇന്ന് പരിഭാഷ ഇല്ലാതൊന്നുമില്ല. എല്ലാവർക്കും ആയത്തിന് അർത്ഥം കിട്ടും. എന്തിടക്കും? ഭത്തൊക്കെ തിന്ന വൈകുന്നേരം. നാലാൾ കൂടിയിട്ട് മേമേന്നറിയാം. കാര്യം നടക്കൂല. 1948 മെയ് 14 തുടങ്ങിയല്ലടാ ഈ മേമേ. ഇപ്പോഴും അവരെന്നെ മേലെ. എൻ്റെ മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയി. എവിടുന്ന ഈ മേമേ പറയുന്നത്? കോടിക്കണക്കിന് മുസാഫ് ലോകത്തേക്ക് കയറ്റി ഇറക്കുന്ന സൗദി അറേബ്യയില, എൻ്റെ നടുവിലല്ലേ മക്കയും മദീനയും. അവിടെയല്ലേ ഒരു കോടിക്കണക്കിന് മുസാഫ് ഒരു കൊല്ലം അടിച്ചുകൂടും. ആര്? സൗദികൾ. സദ്യക്കുൽ അക്ബർ ഒരു മുസാഫ് വിളിക്കാൻ കൊടുത്ത് അയച്ചിരുന്നു. ഇതൊക്കെ കച്ചവട ചങ്ങായിമാര്. സൗദി പോയാൽ ഉംറ കഴിഞ്ഞ് വരുമ്പോൾ എന്ത് കിട്ടും?
മുസാഫ് ഇട്ടു. എൻ്റെ പേരിലൊന്നും മുസാഫ് വില കൊടുത്തു വാങ്ങിയില്ല. അടുത്തൊന്നും ഉമ്മറക്ക് പോയൊരു പറയടോ, ഉമ്മറക്ക് നമ്മൾ പോയതും കിട്ടും. പിന്നെ ആരെങ്കിലും ഉമ്മറക്ക് കൊല്ലത്തിൽ 2 വട്ടം 3 ഉണ്ടാവുമല്ലോ. ഉസ്താദേ മക്കത്ത് നീട്ടിയതാ, നിങ്ങളെടുത്തോളി, നമ്മളാ പേര് വ്യത്യാസമുണ്ട്. അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് AD 15-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. മുസാഫ് അച്ചടിക്കുന്നത് AD 19-ാം നൂറ്റാണ്ടിലാണ്. എന്തുകൊണ്ട് എന്ത് അച്ചടിച്ചൂടെ? മനുഷ്യൻ പഠിക്കൂല, മനുഷ്യൻ മനസ്സിലാക്കൂല. അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് 400 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങൾ മുസാഫ് അച്ചടിച്ചത്. എന്തേ അച്ചടിക്കണ്ട? പിന്നെന്താ എഴുതുക? എന്തുകൊണ്ട്? അത് അത്രയും വില ഉള്ളതാണ്. അച്ചടിച്ച വില ഇഷ്ടപ്പെടും. വലുതിന് വലിയ വിലയില്ല. ഇപ്പം ഞാനൊരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്താ ചോദിക്കുക? അതിൻ്റെ കോപ്പി ഇട്ടു സാറേ. അപ്പം അത് ഫോട്ടോ കോപ്പി കൊണ്ടേ കൊടുത്ത് മറ്റേ എന്താ പറയുക, അതിനൊരു കൂട്ടർ ഇരിക്കണ്ടല്ലോ, എന്തായാലും അവരെ പറ്റി പറയാം, ഫോട്ടോ സ്റ്റാറ്റ്. അപ്പോൾ അവർ ചോദിക്കും എത്ര രൂപയുണ്ട്? 25 കോപ്പിയാണ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് 400 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങൾ മുസാഫ് അച്ചടിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ടായി. യൂറോപ്പിൽ കുറേ ആളുകൾ മുസ്ലിമായി. അവർക്ക് മുസാഫ് അച്ചടിക്കാൻ വേണ്ടി വന്നു. മുസാഫ് അത്യാവശ്യമായി. അത്രയും ആളുകൾക്ക് ഖുർആൻ പഠിക്കും വേണം, അച്ചടിക്കും പിന്നെ മുസാഫ് വേണം, പഠിക്കും വേണം. അത്രയും ആളുകൾക്ക് മുസാഫ് എഴുതി ഉണ്ടാക്കുമ്പോഴത്തേന് വളരെ നേരം വൈകും. അപ്പോൾ ഖലീഫ മനമില്ല മനസ്സോടെ സമ്മതിച്ചു, ആയിക്കോട്ടെ. അതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി മുസാഫ് അച്ചടിച്ചത്. ഇപ്പോൾ ഉംറക്ക് പോയി വരുമ്പോഴെല്ലാം അവിടുത്തെ രാജാക്കന്മാർ നിങ്ങൾക്കൊരു മുസാഫ് വെറുതെ തരും. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും? ഓ, എന്താണോ അവരെ ചൊർക്ക്, എന്താണോ അവരെ താടിൻ്റെ വലിപ്പം, മുസാഫ് ഇങ്ങനെ വെറുതെ തരികയാണ്. അപ്പോൾ ഓലത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, ഓലൊക്കെ മുസാഫിൻ്റെ ആളുകളാണ്. ഓലെ പോലെ നമ്മളും ആയ എത്ര എന്നായിരുന്നു. മുസാഫ് കൊടുക്കുന്ന ഒരു നാടക, അതൊരു കച്ചവടം. ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് ഓരോ കുപ്പി സംസം വെള്ളം വെറുതെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ കയറും. എന്തുകൊണ്ട്? ഒത്തിരി വലിയ മഹാന്മാരാണ്. അവിടെ വെള്ളം കൊടുക്കല് മിനറൽ വാട്ടർ അല്ല, എന്താണ്? സംസം വെള്ളം. ഓ, അതുപോലെ കച്ചവടം. പുറത്തു പറയണ്ട, സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എൻ്റെ ക്ലാസ് ഇങ്ങനെയൊക്കെയാണ്. ഒരുത്തരൊരു സിനിമ ഉണ്ടാക്കി. അതിനെപ്പറ്റി ഒരാളിനോട് ചോദിച്ചു. അപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് സിനിമയെ പറ്റി അഭിപ്രായമില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ അറബികൾ, ചില കാട്ടറബികൾ സാധുക്കളായ ജനങ്ങളോട് ക്രൂരത കാട്ടിയെന്ന കാര്യം സത്യം. അതിന് കാരണം എന്താണ്? അഹങ്കാരം, പണം, അഹങ്കാരം. ഇത് റസൂലുള്ള പേടിച്ച സാധനമാണ്. എന്താ കാരണം? ഇസ്ലാമിയത്ത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കുറേ ആളുകൾ വിമർശിച്ചു, അത് അന്നതിരല്ലേ, എനിക്ക് അന്നം തരുന്നത് പോലെയല്ല, റബ്ബാണ്. കാരണം അന്നം കുഞ്ഞൊന്നുമില്ല, റബ്ബുണ്ട്. അത്തരം ആളുകൾ ഇസ്ലാമിന് മാനം കെടുത്തി. അവരെ അഹങ്കാരം, പണം, അഹങ്കാരം. അത്രേ ഇപ്പം പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ തൊള്ള തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് പൂട്ടാൻ കഴിയില്ല. ഇസ്ലാമിന് മാനം കെടുത്തുന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് ഏറ്റവും മാനം കെട്ടുണ്ടാക്കിയത് പിൽക്കാലഘട്ടം അറബികളാണ്. മുസ്ലിം ലോകത്തെ നയിച്ച ഖുലഫാക്കളും നേതാക്കളും ഒരു ഒറ്റൊന്നും അറബികളായില്ല. 4 ഖലീഫമാർ പിന്നെ ലോകം, മുസ്ലിം ലോകം ചേഞ്ചായി. അത് റസൂലുള്ളാഹിന്റെ ബഖയ്യത്താണ്. ഇമാമിങ്ങൾ 4 അറബിയല്ല. മശായിഖന്മാർ ആരാ അറബികൾ? ഇമാമിങ്ങൾ ആരാ? ഷാഫി ഇമാം അറബിയല്ല, ഹനഫി ഇമാം അറബിയല്ല, ഹംബലി ഇമാം അറബിയല്ല, മാലിക്കി ഇമാം അറബിയല്ല, 4 ഇമാം അറബിയല്ല. അപ്പോൾ അറബികൾ ചെയ്യുന്നത് ലോകത്ത് മാനദണ്ഡമല്ല.
പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥ എന്താ? പണം ഏത് മനുഷ്യൻ നാശമാക്കും. അഹങ്കാരം, തൻപോരിമ, അത് മനുഷ്യൻ നശിപ്പിക്കും. പണം മനുഷ്യരെ തൻപോരിമയും പോരിശയും കൊണ്ടുവരികയാണെങ്കിൽ അതിനേക്കാൾ നൽകി. എന്നിട്ട് കോടാനെ കൂടി കൊടുത്തു അവൻ്റെ തൻപോരിമയും. പിന്നൊന്ന് നല്ല എന്താ? പണമില്ലാതെ ആരും കയ്യും കൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് അറിയില്ലല്ലേ, നടക്കാതല്ലേ? 1000 കോടി ഉറുപ്പിക എടുത്ത ഒരാൾ എന്നിട്ട് നാടാകെ ഇറങ്ങിയാലും നടന്നാലും എൻ്റെ തൻപോരിശകൾ ഇതിലെന്ത് നേട്ടമുള്ളത്? അപ്പം ഇവിടെ ഒരു കാര്യം മുസ്ലിമിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മുഹമ്മദിയത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വലിപ്പത്തരം അറിയില്ല. അപ്പോൾ ഖുർആൻ്റെ വലിപ്പത്തരം അറിയില്ല. റസൂലുള്ളാഹിയുടെ വലിപ്പത്തരം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആൻ്റെ വലിപ്പത്തരം അറിയില്ല. ഖുർആൻ പിന്നെ അവരൊരു ഭാഷാഗ്രന്ഥമാണ്, ഒരു നിയമഗ്രന്ഥമാണ്, നിയമപുസ്തകമാണ്. ഖുർആൻ ഒരു നിയമപുസ്തകം മാത്രമാണ് അവർക്ക്, ഒരു ആത്മീയ ഗ്രന്ഥമല്ല, ഒരു നിയമഗ്രന്ഥമാണ്, ഒരു നിയമാവലിയാണ്. നിയമത്തിനൊക്കെ പരിധിയുണ്ട്. പരിധി കഴിഞ്ഞാൽ നിയമമില്ലല്ലോ. എന്ത് നിയമമാണ്? അപ്പൊ ഇതന്നെ മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ അവസാന കാലം വരെ ഉണ്ടാവും, എന്നാൽ ഖുർആനിയത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മുഹമ്മദിയത്തിൽ ആ ഖുർആനിയത്ത് നടക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വലിപ്പം മനസ്സിലാക്കണം. സൽമാനു ബിശൗഖി ഹബീബിന, സൽമാനെ മോചിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹിനോടുള്ള പ്രേമം കൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏതൊരാൾക്ക് രക്ഷപ്പെടണമെങ്കിലും ആര് വേണം? റസൂലുള്ളാഹിന്റെ പ്രേമം. എല്ലാവരും ഒരിക്കലും രക്ഷപ്പെടില്ല, നഷ്ടം സംഭവിച്ചു. ഒരു കാര്യം നിങ്ങൾ കണ്ടോളൂ, ഇതൊക്കെ മാറും. മുസ്ലിമീങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ മുസ്ലിമീങ്ങൾ ജയിക്കും. അറബ് രാജാക്കന്മാർക്ക്, ഇന്നത്തെ അറബ് രാജാക്കന്മാർക്ക് ഒരു സംഭാവനയും ഇസ്ലാമിന് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ അന്ന് ഈ പണി റഹ്മത്തുള്ള നിർത്തും, കഴിയൂല. 1948 യുദ്ധം ഉണ്ടായി. അറബും ഇസ്രായേലും. ഏറ്റവും കൂടുതൽ ആയുധാരകയില്ല, അറബികളായില്ല. ഏറ്റവും പെട്ട ആൾക്കാരെ അറബികൾക്ക് തോറ്റു. 1967 യുദ്ധം ഉണ്ടായി. ഏറ്റവും കൂടുതൽ വിമാനമാർക്ക് ഇസ്രായേലിൻ്റെ വിമാനത്തിൻ്റെ 10 ഇരട്ടിയാണ് അന്ന് അറബികളുടെ വിമാനം. ആയുധം. അന്ന് ലോകത്തെ വൻ ശക്തിയാണ് ഈജിപ്ത്. ഒരുക്കു മനുഷ്യനായ ജമാലുദ്ദീൻ നാസറാണ് അന്ന് ഈജിപ്ത് ഭരിക്കുന്നത്. ഒരുക്കു മനുഷ്യൻ എന്ന് പറയപ്പെട്ട ജമാലുദ്ദീൻ നാസർ. ഇസ്രായേലിൻ്റെ ആയുധങ്ങളെക്കാൾ 10 ഇരട്ടി ആയുധങ്ങൾ, 10 ഇരട്ടിയിലേറെ സൈന്യം ആരെ കയ്യിൽ? പറഞ്ഞിട്ട് കുട്ടി ആരെ കയ്യിൽ? അറബികളെ കയ്യിൽ. തോറ്റു എന്ന് പറഞ്ഞ മാനം കെട്ട് തോറ്റു. ആ മാനക്കെട്ടിൽ നിന്ന് പിന്നീട് മോചിതനായില്ല ജമാലുദ്ദീൻ നാസർ. അങ്ങനെ ജമാലുദ്ദീൻ നാസർ മരിച്ചു. എന്താ നിങ്ങളിത് പഠിക്കാത്തത്? 73 യുദ്ധമുണ്ടായി, തോറ്റു. ഇന്ന് വരെണ്ടായി ഒക്കെ തോറ്റു. അതിനിടയ്ക്ക് ചില രാഷ്ട്രങ്ങൾ എഴുതി കൊടുത്തു, ഞങ്ങൾ യുദ്ധത്തിന് വരില്ലട്ട. ഒന്നാല് ജോർദാൻ, ഇവരൊക്കെ എഴുതി കൊടുത്തു, എല്ലാവരും എഴുതി കൊടുത്തു. ഉള്ളിൽ കൂടെ ഭയങ്കര ബന്ധമാണ് ഇപ്പോൾ. ആരേറ്റ്? ഇസ്രായേലുമായി വലിയ ബന്ധമുണ്ടല്ലോ ഇവർക്കൊക്കെ. സൗദി, UAE എല്ലാവർക്കും ബന്ധമുണ്ടല്ലോ. ഈജിപ്ത് എല്ലാവർക്കും ബന്ധം ഇസ്രായേലുമായി. ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ വലിയ പേടിയില്ല ഗസയിൽ. കാരണം ഇവർ വലിയ ബന്ധം, അതിശക്തമായ ബന്ധം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ അപ്പുറത്ത് പേച്ചപ്പോൾ പിന്നെ മാനം കിട്ടൂ. എടാ, നിങ്ങൾ നാട്ടിക്ക് മുസാഫക്കല്ലേ വേണ്ട? എൻ്റെ സൗദി അറേബ്യക്കാർ വേണ്ടതടാ. നാട്ടിക്ക് മുസാഫ് കൊടുത്തേക്കല്ല. നോമ്പ് വെക്കണം പാവപ്പെട്ടവരെ. ഭക്ഷണം തടയുന്നില്ലടാ ഇസ്രായേൽ. അത് തടയണതൊന്ന് മുടക്കി നിർത്തിയിട്ട് ഇവർക്ക് അന്നം കൊടുക്കാൻ കഴിയുന്നതാടാ നിങ്ങൾ അറബ് രാജാക്കന്മാർക്ക്. എവിടെടാ നിങ്ങളൊക്കെ? ഈ അറബ് രാജാക്കന്മാരെ മാത്രം പറയാം. ആരടങ്ങളൊക്കെ ഓനാരാ? എൻ്റെ അമ്മായിക്കൊക്കെ ഉമ്ര വരുന്നവർക്കൊക്കെ മുസാഫ് കൊടുക്കല്ലേ എങ്ങനെ വേണ്ടത്? ആ ഗസയിലെ പാവപ്പെട്ടവർക്ക് ഇസ്രായേലുമായി ഒന്നിരിക്കൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം. ആ പാവപ്പെട്ട മനുഷ്യന്മാരും ഭക്ഷണം കിട്ടാതെ വലയല്ലേ? ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിയുന്നില്ല. ജോർദാൻ ഭക്ഷണം കൊടുത്തയച്ചു കഴിഞ്ഞ 4 ആഴ്ച മുമ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? കടലിലിട്ട് കൊണ്ടിട്ട്. കാരണം കരയിൽ ഇറക്കാൻ ആരും വയ്ക്കൂല. എന്നിട്ട് കടലിക്ക് നീന്തി പോയി കുട്ടികൾ പിടിക്കുക. എന്നിട്ട് അത് നാടാകെ പ്രചരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ മുസാഫ് കൊടുത്തേക്കുക. സൗദിക്ക് ഉമ്രക്ക് പോയാൽ ഒരു മുസാഫ് കിട്ടും.
ഇവൻ്റെ കാണിക്ക വടി കൊടുക്കണേന്നായി ഇവർക്ക് എന്ത് തീരുക? നിങ്ങൾ കുറച്ച് മൂല്യന്മാരും തലക്കെട്ടന്മാരും ഇവൻ അങ്ങനെ മാത്രം പറഞ്ഞു നടക്കുക. എന്ത് തീനാ മനുഷ്യർക്കൊക്കെ ഉള്ളത്? എത്ര കാലമായി ആ മനുഷ്യന്മാരെ പട്ടി നിർത്തുന്നു? എന്ത് വലുപ്പത്തിലാണ് അറബികൾക്കുള്ളത്? എന്ത് അവരങ്ങനെ നിന്ദരായത്? നിന്ദര അറബികളാണ്, നിന്ദർ അറബികളാണ്. അറബികൾ നിന്ദരാണ്. ഇപ്പോൾ എന്തിയവർക്ക് പറ്റിയത്? അവർക്ക് മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ നാളെ വന്നാൽ മതി ക്ലാസ്സിന്. എനിക്ക് നിങ്ങൾ വരെ നിർബന്ധമില്ല. അറബികൾ നിന്ദരാണ്. ഈ വെയിലിൻ്റെ അപ്പുറത്തുണ്ട് കഷ്ടപ്പെടുന്നത്. ഇവർ ഈ റമദാൻ മാസത്തിൽ ഇവർ കൂടിയിരുന്നിട്ട് 4 ആൾ കൂടിയിരുന്ന് ഒട്ടകത്തിനും പൊരിച്ചു തിന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. ഒരാടിനെ 2 ആൾ കൂടിയിരുന്ന് തിന്ന, ഒരൊട്ടകത്തിന് 4 ആൾ കൂടി ഇരുന്ന് തിന്ന. എന്നിട്ട് ഉമ്മറക്ക് വരുന്നവർക്ക് മുസാഫ് കൊടുത്തേച്ച് വലിയ മഹാന്മാരായി നടക്കുക. അപ്പുറത്തടാ മര്യാദക്കൊരു വെള്ളം കിട്ടിയില്ല. ഒറ്റ വെയില്, ആ വെയിലിൻ്റെ അപ്പുറത്താകസ. അവിടെ കുട്ടികൾക്ക് മര്യാദക്ക് ഭക്ഷണമില്ല. എങ്ങനെയുണ്ട് അത് തീരുമാനിക്കാൻ കഴിയാത്ത നിനക്ക്? മൂക്കിൻ്റെ താഴെ 4 രോമം ഉണ്ടായതുകൊണ്ട് എങ്ങനെ ആണാകുക? ആരുടെ ഈ മുസാഫ് നാടാകെ കൊടുത്തേക്കാണ് തീരുമാനം ഉണ്ടാക്കിയത്? എന്നാ മുസാഫ് മുസ്ലിമീങ്ങൾ അച്ചടിച്ച്? മുസ്ലിമീങ്ങൾ പിഴച്ച കാലത്തെ മുസാഫ് അച്ചടിച്ചിട്ടുള്ളൂ. മുസ്ലിം 1300 കൊല്ലവും മുസ്ലിമീങ്ങൾ എഴുതിയിട്ടുള്ളൂ. അന്നും അച്ചടി ഉണ്ടല്ലോ. എന്തേ അച്ചടിക്കൂല? ഇനി ആദ്യം മുസാഫ് അച്ചടിച്ചതാരാ? ആരാ അറിയോ? മുസാഫ് ആദ്യമായി ചരിത്രത്തിൽ അച്ചടിച്ചതാരാ? ലാറ്റിൻ ക്രിസ്ത്യാനികൾ മുസാഫ് അച്ചടിച്ചിട്ട് മൊറോക്കോയിൽ കൊണ്ടുവന്ന് വിറ്റു. ഒരൊറ്റ കോപ്പി ആരും വാങ്ങിയില്ല, തിരിച്ചുകൊണ്ടുപോയി. എന്തുകൊണ്ട്? അച്ചടി മുസാഫ് മുസ്ലിമീങ്ങൾ വാങ്ങൂല. നമുക്ക് ഖുർആനെ നിന്ദിക്കലാണ്. പഠിച്ചോക്ക്. എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ? അച്ചടി യന്ത്രം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? ക്രിസ്തീയ ചർച്ച് അച്ചടിച്ചു. എന്ത്? മുസാഫ് അച്ചടിച്ചു, ഖുർആൻ അച്ചടിച്ചു. ഞാൻ അവരെ തെറ്റ് പറയല്ല. അതൊരു മനസ്സിലായില്ല, അതൊരു ബിസിനസ്സാണ്. മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയാൽ വലിയ പൈസ കിട്ടും. കാരണം മുസാഫ് ഖുർആനെ വലിയ ബഹുമാനിക്കുന്ന ജനതയാണ് ആര്? മുസ്ലിമീങ്ങൾ. അപ്പോൾ അവർ യൂറോപ്പിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായി മുസാഫ് അച്ചടിക്കുന്നത് യൂറോപ്പിലാണ്, ഇറ്റലിയിൽ അച്ചടിച്ചു. എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? മൊറോക്കോയിൽ വിൽപ്പനക്ക് വെച്ചു. ഒരു കോപ്പി ആരും വാങ്ങിയില്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ നല്ല കാലത്ത് മുസാഫ് അച്ചടിച്ചു വാങ്ങൂല. എല്ലാ ഗ്രാമങ്ങളിലും എഴുത്തുകാരുണ്ടാവും, അവരിരുന്ന് എഴുതും. ഒരു മുസാഫ് എഴുതി തീർക്കാൻ 2-3 കൊല്ലെടുക്കും. അപ്പൊ ഒരു വീട്ടിലുണ്ടാകുക ഒരു മുസാഫാണ്. എന്തുകൊണ്ട്? അത്ര പണം ചെലവാക്കാനേ കഴിയൂ. എത്ര പണം ഉണ്ടായിന്? അത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന ദിവസം അവിടെ പെരുന്നാളാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. വെളുത്ത കുപ്പായിട്ട് തൊപ്പിട്ട് നടന്നൊരു കാര്യമല്ലടോ. ഇത് പഠിക്ക്. ഒരു മുസാഫ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദിവസം, അതായത് ഒരു ഖത്താത്തിന്റെ കയ്യിൽ നിന്ന് എഴുതിയിട്ട് കൊണ്ടുവരിക. അന്ന് ആ കുടുംബം മുഴുവൻ കൂടി പെരുന്നാൾ കഴിക്കും. എന്തുകൊണ്ട്? അതൊരു മുതലാണ്. നമ്മളെ അവസ്ഥ എന്താ? ടീപ്പോയിന്റെ ഇവിടെ മുസാഫ്, അതിന്റെ അടിയിൽ മുസാഫ്, മേലെ മുസാഫ്, കക്കൂസൊക്കെ പോകുമ്പോൾ ജനലിലും അവിടെ മുസാഫ്. ഞാൻ വീട്ടിലൊരു വിരുന്നിന് ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം മാറ്റം ടോയ്ലറ്റ് പോണ്ടി വന്നു. ടോയ്ലറ്റിലേക്ക് കടക്കാനും പോകുന്ന ജനൽമൽ മുസാഫ്. സുബ്ഹാനല്ലാഹ്, എനിക്കതിപ്പോൾ മറക്കാൻ കഴിയില്ല. ടോയ്ലറ്റിലേക്ക് കടക്കുന്ന അതെങ്ങനെ അവിടെ വന്നു? മുസാഫിന് വിലയില്ലാതെ. പഴയ കാലത്ത് ഒരു മുസാഫ് വീട്ടിലെത്തെന്ന് പറഞ്ഞാൽ അതൊരു സംഭവ, ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ട് ആമോദിച്ച് അങ്ങനെയാണ് അതിനെ കൊണ്ടുവരിക. അള്ളാന്റെ കലാം അവരെ വീട്ടിലേക്ക് വരികയാണ്. അതിനവരെന്ത് ചെയ്യും? ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് ഒരു ചുമരിന്റെ ഭാഗത്ത് ഒരു ഉയർന്ന ഒരു അതിമനോഹരമായ സൗകര്യം ഉണ്ടാക്കും. അക്കാലത്ത് രാജാക്കന്മാർ ധനമുള്ളവരെയും വീടൊക്കെ ആണെങ്കിൽ അതിന് അത്രയും മനോഹരമായ വെള്ളിയുടെയും മറ്റൊക്കെ പെട്ടികൾ ഉണ്ടാക്കും. എന്നിട്ട് അതിലാണ് വെക്കുക. എന്ത്? മുസാഫ്. ഒരാൾ ഓതി കഴിഞ്ഞിട്ട് അടുത്താൾ ഓതും. ഊഴ നിശ്ചയിക്കുക. രണ്ടാമത്തെ മുസാഫ് ഇല്ല. ഒന്ന് എഴുതി തീർന്ന് 3 കൊല്ലൊക്കെ എടുക്കും. എല്ലാ ഗ്രാമങ്ങളിലും എഴുത്തുകാരുണ്ടായിരുന്നു. എന്ത് എഴുത്തുകാര്? ഖുർആൻ എഴുതുന്നവര്. അച്ചടിക്കൂല.
എവിടുന്നാ നമുക്ക് ഇതൊക്കെ? ഇതൊരു ബഹുമാനാണ്. ഈ ബഹുമാനം റസൂൽ കിട്ടിയതാണ്. എല്ലാ പേരിലും എഴുതിയിട്ട് എല്ലാവരോടും എതിർത്തുള്ളൂ എഴുതി ഞാൻ ഇവിടുന്ന് പോയിട്ട് ആർക്കും കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒരാളെ കൊണ്ട് എഴുതിച്ചോ, ഒരാളെ കൊണ്ട് സേവാക്കിച്ചോ. വലിയ ഫുൾ നഷ്ടപ്പെട്ടോ? അവരെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കയറ്റിച്ചു. നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസാഫ് ഉണ്ടാക്കിയ സിദ്ദീഖുൽ അക്ബറിന്റെ പിന്നെ ആയിഷ ബീവിയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? പിന്നെ ഉമർ ഇബ്നു ഖത്താബ് ഭരണാധികാരി അപ്പൊ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ അത് വരുന്നത് അത് അത്രയും ബഹുമാനാണ്. പേടിയാണ്, ഖുർആനെ പേടിയാണ്. ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി നമ്മളെ കുട്ടിക്കാലം പറയാം. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ മദ്രസയിൽ പോവും. സ്കൂളിലേക്ക് മുസാഫ് കൊണ്ടുപോകില്ല. അവിടെ മറ്റു പലതും പഠിക്കുന്ന സ്ഥലമാണ്. മുസാഫ് വേണ്ട, മദ്രസയിൽ കൊണ്ടുപോകും മുസാഫ്. മുസാഫ് കൊണ്ടുപോകുമ്പോൾ മദ്രസയിൽ ദീനിയാത്ത് അമലിയാത്ത് അഖ്ലാഖിന് പുറത്തിടും. മുസാഫിന് എന്തുണ്ടാവും? വേറെ പൊതിയാണ്. ആ പൊതിൻ്റെ ഉള്ളിലേക്ക് മദ്രസയിലെ ദീനിയാത്ത് അമലിയാത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നുമ്മാൻ്റെ കയ്യിൽ നിന്ന് പള്ളർച്ച് കിട്ടും. എന്തേ സത്യല്ലേ? ഇതൊക്കെ ഇവിടെ കഴിഞ്ഞല്ലേ? ഈ ഖുർആനിലുള്ള തന്നെയാണ് അമലിയാത്തിൽ. പക്ഷെ അത് മനുഷ്യരെ ഇതുണ്ടാക്കിയതാണ്, മനുഷ്യൻ്റെ വർത്താനാണ്. അതിൽ പേക്ക ഈ ദീനിയാത്ത അമലിയാത്തിലൊക്കെ പേക്ക. എന്തിൽ പേക്കൂല? അതിനോടൊരു ബഹുമാനം നഷ്ടപ്പെട്ടു വരെ. അപ്പോൾ ഒക്കെ പോയി നിന്നേരാണ് അറബികൾ. അത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊല്ലം റമദാനിൽ അവിടെ പോയി മുണങ്ങിപ്പോയിരുന്നോണ്ടാണ് ഈ മൗലിയമാരും മൗലവിമാരും. അപ്പോൾ അതാണ് വരെ പ്രശ്നം. അപ്പോൾ അതിനെതിരെന്ന് പറയില്ല. ഇപ്പം തന്നെ ഉണ്ടല്ലോ, ആരും ഉണ്ടല്ലോ. എന്തുകൊണ്ട്? അന്നം തരുന്ന നാടാണെന്ന് പറയുന്നത്. എന്തന്നം, എന്തിനന്നം? അന്നറബല്ലര. ഇവർക്ക് മുസ്ലിം ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ അറബികളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഒരു ഇസ്രായേലിൻ്റെ രോമം പൊട്ടിച്ചാൽ അന്ന് റഹ്മത്തുള്ളാഹിന്റെ പേര് മാറ്റും. നടക്കൂല, നടക്കന്നല്ല. ഇനി ഒരു 100 കൊല്ലം ഈ സൗദിയും UAE നിലനിൽക്കണമെങ്കിലും ഇസ്രായേലിൻ്റെ രോമം പൊട്ടിക്കാൻ കഴിയില്ല. പിന്നെയും 10 മിസൈൽ ഏറെ വിട്ടത് ആ ദരിദ്രന്മാരാ. എന്തുകൊണ്ട്? അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്കാരും പേടിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പഠിച്ചോളി, പഠിക്കണം. റസൂൽ നഷ്ടപ്പെട്ടു പോയി. മുഹമ്മദ് മുസ്തഫാന്റെ വേല നഷ്ടം.